വായടിക്കടി. എടി നീ പ്രേമിച്ച് കൂടെ വന്ന ഇവനെ നിനക്കറിയാമോ? നിനക്കറിയില്ലല്ലോ. എടി ഇവൻ കഞ്ചാവ് കേസിലെ പ്രതിയാണെന്നറിയാമോ? എത്രത്തോളം കേസുകളാണ് ഇവന് ഈ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുണ്ടായിരിക്കുന്നതെന്ന് അറിയാമോ? എടി ഈ തലമുടിയും ഇങ്ങനെ വച്ച് ഈ വികൃത രൂപത്തിൽ നടക്കുന്ന യവനെ നിനക്ക് പ്രേമിക്കാൻ കിട്ടിയുള്ളോടി. എടി നീ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചതല്ലേ? അതേ, നിനക്ക് 18 വയസ്സായി, അധികാരമുണ്ട്. പക്ഷെ നാളെ ഒരുപാട് പശ്ചാത്തപിക്കും. ഞാനും ഒരു മകളുള്ള അച്ഛനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പറയാൻ മനസ്സിലാകില്ല. നിങ്ങളുടെ ഈ പ്രായത്തിൽ ഇത് മനസ്സിലാകില്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പുതിയ ട്രെൻഡാണ്. കുറേ അവൻ്റെ പേരിൽ ഒരു 4-5 കേസെങ്കിലും വേണം അല്ലേ? പിന്നെ ഇതുപോലുള്ളവൻ ഇവൻ ഇവിടെ കൂടി നടത്തുന്ന പരാക്രമങ്ങൾ നീ വല്ലതും അറിയുന്നുണ്ടോ? ഇവൻ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? നീ ഇറങ്ങി ഇവന് കിടപ്പാടം നിന്നെയും വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവന് കിടക്കാനൊരു കിടപ്പാടമുണ്ടോ എന്ന് നീ അന്വേഷിച്ചോ? എടി മോളെ, നാളെ നിന്റെ ഗതി എന്താകും? അതേ, നീ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല. നീ പ്രായപൂർത്തിയായി, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഒരച്ഛൻ മകളോട് പറയുന്നതാണെന്ന് മാത്രം നീ ഉദ്ദേശിച്ചാൽ മതി. ഇപ്പോൾ പോകുന്നതിൽ ബഹുഭൂരിപക്ഷവും കേസുകളും കത്തിക്കുത്തുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവന് അപ്പോസ്തലന്മാരാണ് ഇറങ്ങിപ്പോകുന്നത്. വലിയ ഗുരുതരമായ ഓരോ പെൺകുട്ടികൾക്കും വരുന്ന വീഴ്ച വളരെ ഗുരുതരമാണ്. നീ ഒരുപാട് പശ്ചാത്തപിക്കും ഇപ്പോൾ ഇവനോടൊപ്പം ഇറങ്ങിപ്പോയാൽ.